നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു നമ്മുടെ ഫോണിൽ ഡിലീറ്റായി പോയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ മറ്റ് GIF ഫയലുകൾ, പാട്ട്, MP3s എല്ലാം നമുക്ക് ഡിലീറ്റായി പോയി എങ്കിൽ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്ത് നമ്മുടെ ഫോണിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും, അതിന് സംബന്ധിച്ച് കഴിയുന്ന വല്ല ആപ്ലിക്കേഷനും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ ഞാൻ പറയുന്നു അത് കഴിയും. ഒരു 80% സക്സസ് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ 100% സക്സസ് ആവും എന്ന് വിചാരിക്കരുത്. ഇതൊരു APK ആപ്ലിക്കേഷനാണ്, ലഘുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഏകദേശം 80% ഡാറ്റാസ് അവർ നമുക്ക് എടുത്ത് തരുന്നുണ്ട്. കറക്റ്റായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോൺ വിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ഫോർമാറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്തൊക്കെ കൊടുക്കും. പക്ഷേ നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെമ്മറി കാർഡിൽ അവർ നിങ്ങൾ സേവ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ഫോൺ അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. അത് എങ്ങനെയാണ്? നമുക്കിപ്പോൾ സാധാരണയായിട്ട് അത്യാവശ്യം നോളജ് ഉള്ള ഒരു വ്യക്തി, ചെറിയൊരു സാധാരണക്കാരന് കഴിയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഹൈ ടെക്നോളജി ആയിട്ടുള്ള കമ്പ്യൂട്ടർ വെച്ച് ചെയ്യാൻ കഴിയുന്നവർക്ക് അത് 100% സക്സസ് ആക്കാൻ കഴിയും. എന്നാൽ അത്രത്തോളം നോളജൊന്നും ഇല്ല സാധാരണഗതിയിലുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പണിയാണ്. പക്ഷേ ഇതൊരിക്കലും നമ്മൾ മറ്റൊരു തെറ്റായ രീതിയിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ തന്നെ ലഭ്യമാണ് എന്നതും കൂടി ഒരു വ്യത്യസ്തമായ കാര്യമാണ്. ലീഗൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നമുക്കത് നോക്കാം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഡിസ്ക് ഡിങ്കർ ഫോട്ടോ റിക്കവറി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ അതിനെ തമ്പൽസൊക്കെ കാണിച്ച് തരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ നിന്ന് അടിച്ചു നോക്കിയാൽ, ഈ പേര് അടിച്ചു നോക്കിയാൽ ഡിസ്ക് ഡിങ്കർ ഫോട്ടോ റിക്കവറി എന്ന് അടിച്ചു നോക്കിയാൽ കാണും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ബേസിക്കായിട്ട് സ്കാൻ ചെയ്യാൻ കഴിയുന്നത് ഫോട്ടോസ് ഒള്ളിയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മറ്റൊരു ഫോണ് അതിൻ്റെ ഫോട്ടോസ് റിക്കവർ ചെയ്യണമെങ്കിൽ ആ ഫോൺ ആദ്യം നിങ്ങൾ റൂട്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ റൂട്ട് ചെയ്യാതെ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഫോട്ടോസ് റിക്കവർ ചെയ്തെടുക്കാം. ഇനി MP3s, GIF ഫയൽസ്, അതുപോലെ തന്നെ വീഡിയോസൊക്കെ റിക്കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഫോൺ റൂട്ട് ചെയ്യേണ്ടതുണ്ട്. റൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. മറ്റൊരു വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഒരു പക്ഷേ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. അപ്പം ഈ റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ ഫുള്ളി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. അല്ലാതെ റൂട്ട് ചെയ്യാത്തപ്പോൾ ഫോണുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോസ് മാത്രമേ റിക്കവർ ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് സ്കാൻ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഗാലറിയിലുള്ള അല്ലെങ്കിൽ ഓരോ ഫയലുകൾ ഓരോന്നായിട്ട് സ്കാൻ ചെയ്യാണ്. അപ്പോൾ ഫയലുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റിക്കവർ ആകുന്ന താഴെ നിങ്ങൾക്ക് ലോഡ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഓരോ ഫോട്ടോസ് റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസുകളാണ്. തെളിഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാമെന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഏതായ ഫോട്ടോസ് വേണ്ടതെന്നാൽ ടച്ച് ചെയ്യാം. അതിൻ്റെ ഈ മുഖത്തെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലേ, ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ടച്ച് ചെയ്ത ശേഷം റിക്കവർ, ശേഷം മുകളിൽ റിക്കവറി എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സേവ് ചെയ്യേണ്ട ഫയൽ ചൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ സേവ് ഫയൽ ടു കസ്റ്റം ലൊക്കേഷൻ എന്നത് കൊടുത്താൽ നമുക്ക് ഏത് ഫോൾഡറിലോട്ടാണ് സേവ് ചെയ്യേണ്ടത് എന്ന് അവർ കാണിച്ചു തരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സെലക്ട് കൊടുത്താൽ മതി. സേവിങ് ഫയൽ കൊടുക്കുക.
ഇത്ര ഉള്ളൂ. ഇത് അടിയിലേക്ക് ഇങ്ങനെ സ്കാനിങ് ആകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓൾഡ് ഫോട്ടോസൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫുൾ സ്കാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡിവൈസ് റൂട്ടഡ് ആയിരിക്കണം. റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ ഫുള്ളി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളവിടെ കയറി ഡൗൺലോഡ് ചെയ്യുക. ഇത് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അല്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുവെങ്കിൽ ഈ ചാനലോ ഇതിൻ്റെ ഭാരവാഹികളോ ഉത്തരവാദിയാവുന്നില്ല എന്ന ഡിസ്ക്ലൈമർ കൂടി ഞാൻ ഉണർത്തുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മടിക്കാതെ ഇവിടെ കാണുന്ന ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ഈ സൈഡിലെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഞങ്ങളിടുന്ന വീഡിയോസ് തത്സമയം നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അലേർട്ടായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മടിക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കണം. അതിനായി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബോക്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഷെയർ ചെയ്യേണ്ട ഫങ്ഷൻസ് കാണും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാവുന്ന വലിയ ഒരു സേവനം കൂടിയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇവിടെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധമായി ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ആരോ പ്രസ് ചെയ്തുകൊണ്ട് ശേഷം വരുന്നത് ഇത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെല്ലുക. ഇവിടെ നമുക്ക് യുവർ ഫീഡ്ബാക്ക് ആൻഡ് മെസ്സേജ് ഫ്രം ദിസ് വീഡിയോ എന്ന ഈ ലിങ്ക് പ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്മിൻസുമായി മെസ്സേജുകൾ കൈമാറാവുന്നതാണ്. അവർ നിങ്ങളെ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഞങ്ങളെ അറിയിക്കണം. എങ്കിൽ അടുത്ത വീഡിയോസിൽ ഞങ്ങൾക്കത് പുതിയൊരു മെച്ചപ്പെടുത്തുന്ന ഒരു ഉപകാരമായി മാറുകയും ചെയ്യും. വീഡിയോയുമായി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഞങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എന്ന ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ പുതിയ അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ പഴകുന്നതിനനുസരിച്ചുള്ള പുതിയ അപ്ഡേഷൻസ് ഇൻഫോർമേഷൻസ് ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. നിങ്ങൾ ദയവായി ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനും കൂടെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാനുള്ള ഈ ബോക്സ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നയിക്കപ്പെടുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോട്ടാണ്. ഇത്തരം ഒരു ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജായിട്ട് ഇവിടെ അയക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഈ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദയവായി നിങ്ങൾ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ശേഷം നിങ്ങൾ കമൻറ്റുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ മെസ്സേജായിട്ട് ഞങ്ങൾക്ക് അയക്കാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മെസ്സേജിങ് സംവിധാനം യൂസ് ചെയ്യാൻ കഴിയുന്നതുമാണ്. ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പല പ്ലേലിസ്റ്റുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പല വ്യത്യസ്തമായ പ്ലേലിസ്റ്റുകളിൽ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദയവായി നിങ്ങൾ ഞങ്ങളുടെ പ്ലേലിസ്റ്റും കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ